നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ ഈ വീഡിയോയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മൈൻ ചെയ്തെടുത്ത പൈ കോയിനുകൾ എങ്ങനെ ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു 5-6 വർഷത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് ഇപ്പോൾ ഈ പൈ കോയിൻ ലിസ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പം കുറച്ച് എക്സ്ചേഞ്ചുകൾ ഇത് ലിസ്റ്റ് ആയിട്ടുണ്ട്. ചില എക്സ്ചേഞ്ചുകൾ ഇത് കാണിക്കുന്നുണ്ടെങ്കിലും അത് ഫേക്കാണ്. അപ്പോൾ ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയി ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കയറി ചെക്ക് നോക്കാം. പിന്നെ ഒരു പുതിയ എക്സ്ചേഞ്ച് ആഡ് ആകുമ്പോൾ ആ ഡീറ്റെയിൽസ് കൂടി ഇവരിതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഉപയോഗിച്ച് നമ്മുടെ പൈ വാലറ്റിലുള്ള കോയിൻ എങ്ങനെ നമുക്ക് ഇന്ത്യൻ റുപ്പി ആക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ അറിവിൽ ബിറ്റ്ഗെറ്റ് എന്നുള്ളത് ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. പക്ഷേ സാരമില്ല, അവരുടെ തന്നെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ APK ഫയൽ അവൈലബിൾ ആണ്. ആ APK ഫയലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ബിറ്റ്ഗെറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമെയിൽ ID യോ ഫോൺ നമ്പറോ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇമെയിൽ ID യും മൊബൈൽ നമ്പർ രണ്ടും പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് രണ്ടും ഇല്ലാതെ നമുക്ക് നടക്കില്ല. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മെയിൽ വെച്ചിട്ടോ ഫോൺ നമ്പർ വെച്ചിട്ടോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ വിഡ്രോവലിൻ്റെ ടൈമിൽ അവരത് മറ്റ് അഡീഷണൽ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ അതും കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ചോദിക്കുന്നതാണ്. നമ്മളത് ഓർഡറായിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ ഹ്യൂമൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ ലൈറ്റ്, രണ്ടാമത്തേത് ഗ്ലാസ്, മൂന്നാമത്തേത് നൈഫ് എന്നുള്ളത് ഓക്കെ കൊടുക്കാം. ഞാൻ ഇമെയിൽ ID വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഇമെയിലിലേക്ക് അപ്പോൾ ഒരു OTP വന്നു. ഞാനത് എൻ്റർ ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ആക്കണമെന്ന് ചോദിച്ചു, ഞാനത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് അക്കൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അത് നമ്മൾ ID വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു കറൻസി ട്രേഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ID വെരിഫിക്കേഷന് വേണ്ടി ഹോം പേജിൽ ചെന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അൺവെരിഫൈഡ് എന്ന് കാണിച്ചിരിക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഇൻ 5 minutes എന്ന് കാണിക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. വെരിഫൈ നൗ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വൈൽ യൂസിങ് ദ ആപ്പ് എന്നോ ഓൺലി ദിസ് ടൈം എന്നോ കൊടുക്കാം. ഞാനിപ്പോൾ ഖത്തറിലായതുകൊണ്ട് റെസിഡൻസ് ഖത്തർ എന്ന് കൊടുത്തു. നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്കാൻ ചെയ്യാൻ പോകുന്ന ID ഏത് രാജ്യത്തിൻ്റെ ആണെന്നുള്ളത് കൊടുക്കണം. ഞാൻ ഇന്ത്യയുടെ ID ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ആധാർ OTP എന്നുള്ളത് ഇന്ത്യയിൽ വർക്കാവുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഒന്നുകിൽ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് പ്രൊസീഡ് ചെയ്യുക. ഞാൻ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് കൊടുക്കുക. ഐ ആം റെഡി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. നമുക്കത് ഓൾറെഡി ഫോണിലുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകൾ എന്ന് പറഞ്ഞാൽ JPG PNG ഫയലുകളാണ്. PDF സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ അതിനുശേഷം ഒരു ഫേസ് വെരിഫിക്കേഷൻ വരും. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം നമുക്ക് വെരിഫൈഡ് ആയോ അല്ലെങ്കിൽ റിജക്റ്റ് ആയോ എന്നുള്ള മെസ്സേജ് വരും. എൻ്റെ അത് വെരിഫൈഡ് ആയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനായിട്ട് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ വെരിഫൈഡ് എന്ന് കാണിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പൈ വാലറ്റിൽ നിന്നും എങ്ങനെ പൈ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഹോം പേജിലുള്ള ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യാം. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ പൈ സെർച്ച് ചെയ്യുക. പൈ നെറ്റ്വർക്ക് എന്ന് കാണും, അത് സെലക്ട് ചെയ്യുക. പൈ നെറ്റ്വർക്ക് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സും QR കോഡും നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണിക്കും. ആ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇനി നമ്മൾ പൈ ബ്രൗസറിലേക്ക് പോവാം. പൈ ബ്രൗസറിൽ വാലറ്റ് ഓപ്പൺ ചെയ്യുക. 24 വേർഡുള്ള ആ ഫ്രേസ് നിങ്ങൾ മറക്കാതെ സൂക്ഷിച്ചു വെക്കണം. എന്തായാലും ഞാൻ ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. പൈ മെയിൻ നെറ്റ് എടുക്കുക. അതിനകത്ത് മുകളിൽ കാണിക്കുന്ന അവൈലബിൾ ബാലൻസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ്. അതിനും മുകളിൽ കാണിക്കുന്ന എമൗണ്ട് ആണ് നമ്മുടെ അവൈലബിൾ ബാലൻസ് പ്ലസ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ലോക്ക് ചെയ്തിരിക്കുന്ന ബാലൻസ്. ഇനി പേ ഓർ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. മാനുവലി ആഡ് വാലറ്റ് അഡ്രസ്സ് എന്ന് കൊടുക്കുന്നു. താഴെ ആഡ് കോൺടാക്റ്റ് ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു പൈ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് കോപ്പി ചെയ്തത് വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. മെമ്മോ എന്തെങ്കിലും കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് എന്ന് കൊടുക്കുന്നു. സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റെപ്പിൽ അവർ ആ വാലറ്റ് അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യാൻ പറയുന്നു. കൺഫേം ചെയ്യുക. ഇത് ഒരു 1 മിനിറ്റിൽ താഴെയുള്ള സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ട്രാൻസ്ഫർ സക്സസ് ആയി എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ അതായത് പൈ വാലറ്റിൽ നിന്നും ഒരു പൈ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഹിസ്റ്ററിയിൽ നമുക്ക് കാണാം ഒരു പൈ കുറഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൽ ഈ പൈ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പം ബിറ്റ്ഗെറ്റ് വാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധ്യതയുണ്ട്. അത് വേറെയാണ്. അവരുടെ തന്നെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്. അത് പ്ലേ സ്റ്റോറിൽ കാണിക്കുന്നില്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് APK ഡൗൺലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ബിറ്റ്ഗെറ്റിനകത്ത് അസറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ടൊന്ന് റിഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഒരു പൈ നമ്മുടെ റിസീവ് ആയിട്ടുണ്ട്. ബിറ്റ്ഗെറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിയർ ടു പിയർ P2P എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും കണ്ടില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അത് വളരെ റിസ്ക്കിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിയർ ടു പിയർ ആരും ട്രൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മളൊരു USDT കൊടുത്തിട്ട് ഇന്ത്യൻ റുപ്പി നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുമ്പോൾ അതിന് ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഗവൺമെൻറ് സൈഡിൽ നിന്നും കുറേ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതാരാണ് നമുക്ക് തരുന്നതെന്നോ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ ഹിസ്റ്ററിയോ ഒന്നും നമുക്കറിയത്തില്ല. അത് ചിലപ്പം നമുക്കും ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പിയർ ടു പിയർ എന്നുള്ള സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിന് അവിടെ യാതൊരു റോളും ഇല്ല. എക്സ്ചേഞ്ച് അവിടെ ഉണ്ടെന്ന് പോലും നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റില്ല. ഏതോ ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്നുള്ളത് മാത്രമാണ് വരിക. കാരണം നമ്മൾ വിൽക്കാൻ നിൽക്കുന്ന കോയിൻ വാങ്ങാൻ അവിടെ ഒരാളുണ്ട്. അവർ INR തരാനും റെഡിയാണ്. അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് INR ഇടും, നമ്മുടെ നിന്ന് കോയിൻ വാങ്ങും. ഈ ഒരു കേസിൽ എക്സ്ചേഞ്ച് എവിടെയും വരുന്നില്ല. ഇത് ജെന്യുവിൻ ട്രേഡ് ആണ് എന്നൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും ഇൻകം ടാക്സിനെയോ ഗവൺമെൻറ്റിനെയോ ഒന്നും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിയർ ടു പിയർ ചെയ്യാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഓപ്ഷൻ കണ്ടത് നമ്മുടെ നാട്ടിലുള്ള വാസറക്സ് കോയിൻ സ്വിച്ച് പോലെയുള്ള ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയെങ്കിലും ഈ കോയിൻ എത്തിക്കുക എന്നുള്ളതാണ്. വാസറക്സ് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കോയിൻ സ്വിച്ചിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കോയിൻ സ്വിച്ചിലേക്ക് നമുക്ക് ഈ ബിറ്റ്ഗെറ്റിൽ നിന്നും കോയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എടുക്കാം. അതിന് പ്രശ്നമില്ല. പക്ഷേ ഇത് ടാക്സബിൾ ആണ്. റേറ്റ് കാര്യങ്ങൾ എനിക്ക് അത്ര വ്യക്തതയില്ല എങ്കിൽ ഒരു 30-35% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ടാക്സ് കൊടുക്കണം. കാരണം ഗവൺമെൻറ് ഇപ്പോൾ ഫോറക്സ് ട്രാൻസാക്ഷന് ക്രിപ്റ്റോ ട്രാൻസാക്ഷനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിപ്റ്റോ വഴി ഉണ്ടാകുന്ന ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും നമ്മൾ ടാക്സ് അടച്ചിരിക്കണം. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കോൺടാക്ട് ചെയ്ത് ഉറപ്പായിട്ടും ടാക്സ് നിങ്ങൾ അടച്ചിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻ വളരെ മോശമായിരിക്കാം. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് പൈ കോയിനെ അങ്ങനെ തന്നെ കോയിൻ സ്വിച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പൈ കോയിൻ സ്വിച്ചിലില്ല. കോയിൻ സ്വിച്ചിൽ ഇത് ലിസ്റ്റഡ് ആയിരുന്നുവെങ്കിൽ ഈ ബിറ്റ്ഗെറ്റ് എന്നുള്ളൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യം നമുക്കില്ല. ഡയറക്റ്റ് പൈ വാലറ്റിൽ നിന്നും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. അത് കോയിൻ സ്വിച്ചിൽ പൈ ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബിറ്റ്ഗെറ്റ് ത്രൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ പൈ കോയിനെ USDT ആയിട്ട് ടെതർ, അതായത് ആ സ്റ്റേബിൾ കോയിനായിട്ട് USDT എന്നുള്ള സ്റ്റേബിൾ കോയിനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡിൻ്റെ പേജിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ അസറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് പൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ട്രേഡ് ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന പേജാണ് ട്രേഡ് ചെയ്യാനുള്ള പേജ്. അവിടെ സെല്ലെന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പം പൈ വിൽക്കണം, USDT ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ എത്ര പൈ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. മാനുവലി ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ താഴെയുള്ള ആ ലൈൻ ഡ്രാഗ് ചെയ്യാം. അപ്പോൾ താഴെ നമ്മളെ കാണിക്കുക എത്ര USDT ഉണ്ട് എന്നുള്ളത്. താഴെ 3.46 USDT എന്ന് കാണിക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ റേറ്റുകൾ മാറുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് അപ്ഡേറ്റഡ് റേറ്റ്. പക്ഷേ മുകളിലുള്ള റേറ്റ് പഴയ റേറ്റാണ്. അപ്പോൾ നമ്മൾ ആ അപ്ഡേറ്റഡ് റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ട്രേഡ് ചെയ്യുന്ന റേറ്റ് മാറും. എന്നിട്ട് സെൽ പൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ എന്താ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും അത് അക്സെപ്റ്റ് ആകുക. ഇതപ്പോൾ തന്നെ ട്രേഡ് ആയി. ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് താഴെ ഇവിടെ വന്നേനെ. ഇനി നേരെ അസറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പൈയുടെ ബാലൻസ് കാണാം. പൈ 10 ഉള്ളതിൽ 5 വിറ്റു, ബാക്കി USDT ആയിട്ട് മാറുകയും ചെയ്തു. ഈ USDT ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ കോയിൻ ആയതുകൊണ്ട് ഇതാണ് നമ്മളിനി കോയിൻ സ്വിച്ചിലേക്ക് മാറ്റാൻ പോകുന്നത്. പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് USDT 10 മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ടോട്ടൽ 10 കോയിൻ എന്ന രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോയിൻ സ്വിച്ച് ഓപ്പൺ ചെയ്യാം. കോയിൻ സ്വിച്ച് ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോയിൻ സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള പ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഈ വരുന്ന പേജിൽ താഴെ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് മാറ്റി സ്പോട്ട് എന്നാക്കുക. ഇനി മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് USDT ടെതർ എന്നുള്ളത് കാണാം. ഏറ്റവും ആദ്യമായിട്ട് തന്നെ അത് ഡെപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ നെറ്റ്വർക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എന്നുള്ളത് തന്നെ കൊടുക്കണം. പിന്നെ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുന്നു, ഡൺ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ബിറ്റ്ഗെറ്റിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും കുറച്ച് പൈക്കോയിനോടെ മാറ്റിയിട്ടിട്ട് ഞാനത് $10 USDT ആക്കിയിട്ടുണ്ട്. ഇനി അസറ്റ്സിൽ വന്നിട്ട് വിഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്രിപ്റ്റോയുടെ അണ്ടറിൽ USDT ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി ഓൺ ചെയിൻ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വിഡ്രോവൽ നെറ്റ്വർക്ക് ഒക്കെ ആദ്യം സെലക്ട് ചെയ്യാം. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ, അവിടെ എന്ത് നെറ്റ്വർക്കാണോ സെലക്ട് ചെയ്ത് അത് തന്നെ വേണം ഇവിടെ. പിന്നെ വാലറ്റിൻ്റെ അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യാം. വിഡ്രോവൽ എമൗണ്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് അവിടെ വരും. കണ്ടോ, മിനിമം 10 എന്നുള്ള അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓൾ എന്ന് കൊടുക്കുമ്പം താഴെ കാണിക്കുന്ന 10.61 അവിടെ കയറി വന്നു. ഇവിടെ 0 ട്രാൻസാക്ഷൻ ഫീ ആണ്. വിഡ്രോ ചെയ്യുക. നിങ്ങൾ രണ്ടിടത്തും 2 നെറ്റ്വർക്കാണ് സെലക്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് കോയിൻ നഷ്ടമാകും. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. വിഡ്രോ ക്ലിക്ക് ചെയ്യാം. വീണ്ടും കൺഫേം ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതായത് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ മസ്റ്റ് ആണ് എന്നുള്ളത്. എനിക്ക് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഇല്ല, എന്നാലും ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. ഇവിടെ നമുക്കൊരു കോഡ് കോപ്പി ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ആ കോപ്പി ചെയ്ത കോഡ് നമ്മൾ ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിൽ ഇടുമ്പോൾ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഒരു നമ്പർ തരും. ആ നമ്പർ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. യൂസ് വിത്തൗട്ട് ആൻ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്താൽ മതി. അതിനുശേഷം എൻ്റർ എ സെറ്റപ്പ് കീ എന്നുള്ളത്, ഇത് ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിനകത്തെ ഓപ്ഷൻസ് ആണ്. സെറ്റപ്പ് കീ എന്നുള്ളത് സെലക്ട് ചെയ്തു. കോഡ് നെയിം എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ക്രിപ്റ്റോ എന്ന് കൊടുത്തു. അതിനുശേഷം യുവർ കീ എന്നുള്ളതാണ് ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത ആ കീ. അത് ഞാൻ പേസ്റ്റ് ചെയ്തു. ടൈം ബേസ്ഡ് ആണ്. ഓക്കെ, ആഡ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒരു നമ്പർ കോഡ് വരുന്നുണ്ട്. സേഫ്റ്റി കാരണം അത് അവർ കാണിക്കാത്തതാണ്. ഞാനത് ബിറ്റ്ഗെറ്റിൻ്റെ ആ പേജിൽ എൻ്റർ ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. വീണ്ടും ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ അവർ ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും പറയുന്നുണ്ട്. കാരണം 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ് അവർ പറയുന്നത്, നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. എനിക്ക് വീണ്ടും ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ വന്നു. ഇത് റിപ്പീറ്റഡ് ആണോ എന്താണെന്ന് അറിയില്ല. ഞാനത് വീണ്ടും വെരിഫൈ ചെയ്തു. വ്യൂ വിഡ്രോവൽസ്, അത് വിഡ്രോ ആയി. ഇനി വിഡ്രോവൽസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് പെൻഡിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് എടുക്കുമെന്ന് പറയുന്നു. കുറച്ച് സമയം, എനിക്കും ഒരു 4-5 മിനിറ്റ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തപ്പം സക്സസ്ഫുൾ എന്ന് കാണിച്ചു. 10 USDT പോയി എന്ന് കണ്ടു. ഇനി ഞാൻ തിരിച്ച് കോയിൻ സ്വിച്ചിലേക്ക് വരുന്നു. ഇത് കോയിൻ സ്വിച്ചാണ്. അതിൽ സ്പോട്ട് നമ്മളെടുത്ത പ്രോയ്ക്കകത്തുള്ള സ്പോട്ടിൽ വന്നു. ജസ്റ്റ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം USDT 10 കോയിന് നമ്മുടെ കോയിൻ സ്വിച്ചിൽ വന്നു. കോയിൻ സ്വിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് നമ്മുടെ നോർമൽ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം. അതിന് പ്രശ്നങ്ങളില്ല. പക്ഷേ ടാക്സ് അടച്ചിരിക്കണം. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലിടാം. അറിയാമെങ്കിൽ റിപ്ലൈ തരാം.